ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോ വന്നിട്ട് നമ്മുടെ സാരി കളക്ഷൻസ് ആയിരുന്നു അല്ലേ. അപ്പം അന്ന് എടുക്കുമ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ അടുത്ത് നമ്മൾക്ക് ഇതുപോലെ കുറച്ച് കളക്ഷൻസ് എന്തെങ്കിലും ഒക്കെ കാണിക്കാം. എൻ്റെ ജ്വല്ലറി ഐറ്റംസോ ആംഗ്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അന്ന് ആ സാരിയുടെ വീഡിയോ ചെയ്തപ്പോഴായിരുന്നു ശരിക്കും കാണിക്കാൻ എനിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ ശരി, അന്നത്തെ പോലെ നമുക്ക് ഇന്ന് എൻ്റെ കുറച്ച് ആംഗ്ലറ്റ് കളക്ഷൻസ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇത് ജോസ്കോടെ കണ്ടിട്ട് ഗോൾഡ് ആണെന്ന് വിചാരിക്കല്ലേ, ഗോൾഡൊന്നുമല്ല, ഇതെല്ലാം ഗിഫ്റ്റ് വന്നതാണ്. അതിൽ കുറച്ച് മാത്രമേ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് ഗിഫ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇതിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ എനിക്ക്. ഇതിപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, കിലുക്കത്തും തുടങ്ങാം. കണ്ടില്ലേ, ഇത് കിലുക്കുള്ളതാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ എനിക്ക് ഇത് കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത്. നമ്മൾ പണ്ടൊക്കെ വെള്ളി പാദസരം ഇട്ട് നടന്നിട്ടുണ്ടല്ലോ, പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഇട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഞാൻ ഇട്ടു കേട്ടോ. നല്ല കിലുക്കം, നല്ല രസമായിരുന്നു. പിന്നെ രാത്രിയൊക്കെ ഭയങ്കര ഉറങ്ങുമ്പോഴൊക്കെ ഈ കിലുകില് കാരണം എനിക്ക് ബുദ്ധിമുട്ടിയിട്ട് പിന്നെ പിന്നെ ഗോൾഡ് തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ കാലിൽ ഗോൾഡാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഇടയ്ക്കിടും, പിന്നെയും മാറ്റി ഗോൾഡിലോട്ട് പോവും, പിന്നെയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല ഫാൻസി ടൈപ്പ് ഇടും, പിന്നെയും ഗോൾഡ് തന്നെ ആവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഗിഫ്റ്റ് വന്നത് തന്നെയാണ്, എല്ലാം ഗിഫ്റ്റ് വന്നത് തന്നെയാണ് കൂടുതലും ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇതൊന്ന്, പിന്നെ അടുത്തത് പറഞ്ഞാൽ ഇതും ഈ ബ്ലാക്ക് മുത്തും വൈറ്റും, ഇത് രണ്ടും കൂടെ എനിക്ക് ഒരു ഷോപ്പായിരുന്നേ, ഇൻസ്റ്റയിൽ വന്നതാണ് കേട്ടോ. ഷോപ്പിൽ അവരുടെ ഒരു ഷോപ്പായിരുന്നു, ഹാൻഡ് മെയ്ഡ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. കുറച്ച് വിലയുണ്ട് കേട്ടോ ഇതിന്. 2000 3000 അങ്ങനെ എന്തോ വിലയാണ് പറഞ്ഞത്. ഞാൻ മേടിച്ചല്ല, എനിക്ക് ഗിഫ്റ്റ് വന്നതാണ്, ഞാൻ പൈസയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കുറച്ച് നമുക്ക് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ബലമുള്ളതുപോലെ. ഇത് കുറച്ച് നല്ലൊരു കാലിലിങ്ങനെ ഇടുമ്പോൾ നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെള്ളയും ബ്ലാക്കും ആയിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്ന് പറയുമോ? നമ്മൾക്കിപ്പോൾ പൊതുവേ പെട്ടെന്ന് ഇപ്പോൾ ബ്ലാക്കിനോടായിരിക്കും ഇഷ്ടം ഇല്ലേ. പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ബ്ലാക്ക് കൊള്ളാം എന്നാണല്ലോ. ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഉണ്ട്, പിന്നെ വൈറ്റും ഉണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇടാനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ സാരിയിലൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ബ്ലാക്കാണ് കേട്ടോ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം അല്ലേ, ഓരോന്ന് കാണിക്കുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ വെക്കാമല്ലേ, നല്ല ഭംഗിയല്ലേ. അപ്പം ഞാൻ അടുത്തൊരു ഗോൾഡ് കേട്ടോ. ഇപ്പം കാണിച്ച ബ്ലാക്ക് പോലെ അതേ ഒരു ബ്ലാക്ക് പോലെ തന്നെയാണ് ഇതും. ഇത് തന്നെയാണ്. ഷൂ എല്ലാം കൂടെ കെട്ടുപണിഞ്ഞ് എടുക്കുകയാണല്ലോ. ഇതുണ്ടോ, ഇതും ഏകദേശം ആ ഒരു ബ്ലാക്കിൻ്റെ അതേ ഒരു ഇതാണ്. ചെറിയൊരു ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പാദസരം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാലിൽ വെച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ കാലിലൊന്ന് വെച്ച് കാണിച്ചാൽ, ഒരു മിനിറ്റ് കേട്ടോ, സാരിയെ കൊടുത്തിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ കാലിലൊന്ന് വെച്ച് കാണിച്ചാലേ. അപ്പോൾ ഈ ബ്ലാക്ക് വെച്ച് കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഈ ബ്ലാക്ക് ഇങ്ങനെ ഇതാവുമ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇത് എൻ്റെ ഈ ഗോൾഡ് നോക്കേണ്ട കാര്യമില്ല, എന്നാൽ പിന്നെ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് നല്ല വ്യക്തമാവും. ഇതിനിടയിൽ ഏതാ ഭംഗിയായിട്ട് തോന്നുന്നത്? ഇതല്ലേ, ഇതാകുമ്പോൾ ഒരു പഴയ മോഡലായിട്ട് തോന്നും. ഇതപ്പോൾ കുറച്ച് അടിപൊളിയായിരിക്കും അല്ലേ. വൈറ്റ് മണി വെച്ച് നോക്കാം. ഇത് മാറ്റിയിട്ട് ഇനി വൈറ്റ് വെച്ച് നോക്കാം. വൈറ്റ് വന്നിട്ടുണ്ടല്ലേ. വൈറ്റ് എന്താ അറിയോ, ഇപ്പോൾ ഇവിടെ കുറച്ച് വെയിലുണ്ട്. അപ്പോൾ വെയിലത്തെടുക്കുമ്പോൾ വൈറ്റ് നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. അടുത്തത് വന്നിട്ട് ഇതൊക്കെ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ ഇപ്പോഴും മെസ്സേജ് വരുന്നതാണ് കേട്ടോ. ആംഗ്ലറ്റ് വീഡിയോ ചെയ്യോ, ആംഗ്ലറ്റ് കളക്ഷൻസ് കാണിക്കുമോ, അതുപോലെ ഫുഡ് വെയേഴ്സൊക്കെ ഒന്ന് കാണിക്കാമോ, അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യോ. എപ്പോഴും ഇൻസ്റ്റയിലൊക്കെ കുറച്ച് നമ്മൾ ആക്റ്റീവായ ടൈം മുതലേ ഉള്ളതാണ്. അത് ചെയ്യാവോ, ഇത് ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആംഗ്ലറ്റ്സിൻ്റെ വീഡിയോസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, കളക്ഷൻസ് കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട്.
കാരണം നമ്മൾക്ക് ഇൻസ്റ്റയിൽ കുറച്ച് ഫിറ്റ് ഫാൻസൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല, എങ്ങനെയൊക്കെയാണ് ഫാൻസൊക്കെ വന്നിരിക്കുന്നു ഞാൻ പോലും പിന്നീട് അറിയുന്നത്. അങ്ങനെ ഇനി അടുത്തത് വന്നിട്ട് ഇതും എൻ്റെ കൂടുതലും ബ്ലാക്കാണ്. ഇത് വന്നിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ഇതിലോ ഓൺലൈൻ സൈറ്റിൽ ഇതിലോ വാങ്ങിച്ചതാണേ. പക്ഷേ ഇത് ഇടയിൽ വെച്ച് പൊട്ടിപ്പോയി. കുറച്ച് ദിവസം എന്തേ ഇട്ടുള്ളൂ, അപ്പോഴേക്കും അത് പൊട്ടിപ്പോയി. ഇതൊന്നും ഓക്കെ, ഇത് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് വെയിൽ പോയി. ഇത് ഇടയിൽ വെച്ചിട്ട് ഒന്ന് കട്ടായിപ്പോയി, ഇടാൻ പറ്റാത്ത അവസ്ഥ. വേണ്ടില്ല, കാണുന്നുണ്ടോ? അങ്ങനെ മുറിഞ്ഞു പോയി. അപ്പം ഇത് എന്തായാലും ഇടാൻ പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന സ്റ്റോണല്ലേ, ഒന്നിനും പറ്റില്ല ഇനിയിപ്പോൾ അത്. പിന്നെ ഇതും ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് വന്നിട്ട് ടോറിങ് ആണ്. ഇതിൻ്റെ പാദസരത്തിൻ്റെ ഇത് ആംഗ്ലറ്റ് കാണിച്ചത്. ഇതൊക്കെ കുറേ പേര് ഇട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏതിലേക്കാണ് ഇതിലേക്കോ യൂട്യൂബിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾക്ക് എങ്ങനെ ഇടാം, ടോറിങ് ആയിട്ടും ഇടാം അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിത് ഈ ടോറിങ് ഇങ്ങനെ ലൈറ്റാണ്, എന്നാലും ഇങ്ങനെ കുത്തി കയറ്റണം. എങ്ങനെയുണ്ട്? ഞാനത് കുറേ കാലം ഇട്ടു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മളിത് സാരിയല്ല, മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ എല്ലാത്തിനും ഇടാൻ പറ്റും. കാരണം അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ വിരലിൽ ഇങ്ങനെ കിടക്കുമ്പോഴും ഇത് നല്ല ഭംഗിയാണ്. കുറേ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് വെയിൽ പോയി വരുന്നുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോഴേ ഒന്ന് പോസ് ചെയ്യായിരുന്നു, ഫോട്ടോ പോസോ. അപ്പൊ ക്ലാസ് ഇല്ലാതെയപ്പോള് എന്തായാലും അവളുണ്ടല്ലോ, അപ്പൊ പിന്നെ വീഡിയോ ഞാൻ തന്നെ ചെയ്യും. ശരി, അവളുള്ളത് കൊണ്ട് അവളെ കൊണ്ട് എടുപ്പിക്കാം എന്ന് വിചാരിച്ചു. ഇതിട്ടിട്ട് എനിക്ക് അഴിച്ചു മാറ്റാനേ തോന്നുന്നില്ല. ആദ്യ കാലം എനിക്ക് ഇതിട്ടിട്ടേ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് തോന്നുക, അഴിച്ചു മാറ്റാൻ തോന്നുന്നില്ല. ശരി, ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാലും കാണാം. ഇത് മാറ്റി വയ്ക്കാമല്ലേ. എനിക്ക് ഇതൊക്കെ കുറേ മുന്നേ വെച്ചാണ് വന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണ് എനിക്ക് ആദ്യം ഗിഫ്റ്റായിട്ട് വന്നത് തോന്നുന്നു, മറന്നു. കുറേ വർഷങ്ങളായി, കുറേ വർഷങ്ങളായിട്ടോ. ഇത് ഞാൻ ഏതൊക്കെയോ നമ്മുടെ ഓണം സമയത്തോ, ഓണം ഫോട്ടോഷൂട്ട്, വിഷു അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉള്ള സമയം സെറ്റ് സാരിയൊക്കെ സെറ്റ് മുണ്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനെ ഡ്രസ്സിനും ആവില്ല, കുറച്ച് ഹെവി അല്ലേ, കുറച്ച് വെയിറ്റും ഉണ്ട് കേട്ടോ. അത് കാരണം നമുക്കിങ്ങനെ എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റില്ല. നമ്മൾക്ക് ഇങ്ങനെ കേരള സാരിയുടെ കൂടിയും പട്ട് സാരിക്കൊക്കെ ഇടാം. നല്ല റെഡ് പട്ട് സാരിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പച്ച ചോപ്പ് റെഡ് സാരികൾക്കൊക്കെ അല്ലേ. ഇച്ചിരി ഹെവി വർക്കാണ്, എന്നാലും ഇടാം. ഇത്രയും വർഷമായിട്ട് കളറൊന്നും പോയിട്ടില്ല കേട്ടോ. നോക്കൂ, കാരണം നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല, കളർ ഒട്ടും പോയിട്ടില്ല. അതെ, ഈ കൊളുത്ത് വരെ അങ്ങനെ നിൽക്കുന്നുണ്ട്, കളറൊന്നും പോയിട്ടില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെയല്ലേ ഇടാറ്. അപ്പം ഈ സാധനം ഈ ഒരു ലോക്കറ്റ് പോലെ ഇങ്ങനെ നിൽക്കും, അങ്ങനെ ഉണ്ടാവും, ഭംഗി ഉണ്ടാവും. ശരി, ഇപ്പോൾ തൽക്കാലം ഈ ബ്ലാക്ക് തന്നെ മതിയല്ലേ. ഇതൊക്കെ നമ്മൾക്കിങ്ങനെ ഓരോന്ന് ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിയല്ലേ. ഇനി അടുത്തത് വന്നിട്ട് ഇത് ഈ ഇടയ്ക്ക് എനിക്ക് ഇൻസ്റ്റയിൽ സാരി വന്നെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സാരി, ആ സമയത്ത് വന്നതാണ് കേട്ടോ. ഇതും പാദസരവും ആ സമയത്ത് വന്നതാണ്. നല്ല ഭംഗിയില്ലേ കാണുമ്പോൾ. നമ്മൾ വിചാരിക്കും ഫുൾ മുത്താണ്, നല്ല കിലുക്കുമായിരിക്കും എന്ന് വിചാരിക്കും. കിലുങ്ങുന്നത് എൻ്റെ വളയാണ് കേട്ടോ, വളയാണ് കിലുങ്ങുന്നത്. ഇത് പാദസരം കിലുങ്ങുന്നില്ല, ചെറിയൊരു സൗണ്ട്, കിലുക്കെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സൗണ്ട്, അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സെറ്റ് മുണ്ടിന് ഇത് നല്ല മാച്ചായിരിക്കും. കാരണം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട്. പിന്നെ ഗോൾഡിന് ഇത് മാച്ചാവില്ല എന്ന് വിചാരിക്കണോ, ഇടുന്നവരുണ്ടാവായിരിക്കും. ഗോൾഡിന് എന്തായാലും ഇപ്പോൾ ഇത് ബ്ലാക്ക് മെറ്റൽ അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, വേറെ ബ്ലാക്ക് സാരിക്ക് ഞാൻ ബ്ലാക്ക് സാരിക്കാണ് കേട്ടോ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് സാരിയുടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ആംഗ്ലറ്റൊക്കെ ഇട്ടിട്ട് കുറേ ഫോട്ടോസും കുറേ റീൽസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ. അപ്പോൾ ഇത് ഇട്ട് കാണിച്ചു, ഒരു മിനിറ്റ് ഇത് ഇട്ട് കാണിച്ചു തരാം. ശരി, എന്നാൽ പിന്നെ ഇത് മാറ്റാം കേട്ടോ. രണ്ടും കൂടെ ആകുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇട്ട് കാണിച്ചു തരാം.
ഇതേ അങ്ങനെ ഉണ്ടാവും കേട്ടോ. കുറച്ച് ടൈറ്റായില്ലേ, ഒന്ന് ഇറക്കണമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇട്ടതുകൊണ്ടേ നമുക്ക് എത്ര വേണമെങ്കിലും ഇതാ ഇത്രയും നീളമുണ്ട്, എത്ര വേണമെങ്കിലും ചെറുതാക്കാം. ഒന്നുകൂടെ ഇറക്കിയിടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഈ ടോറിങ് ഇതും കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. മോഹങ്ങളിൽ ഞാനില്ലേ കുങ്കുമമിട്ട കവിൽ തടമോടി. കുറച്ച് ഇറക്കിയതാണ് കേട്ടോ. എൻ്റെ ഗോൾഡ് കാണുന്നുണ്ട്, അതിൽ കുഴപ്പമില്ലല്ലേ. നടക്കുമ്പോൾ കിലുക്കം അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയാണ് കേട്ടോ അത്. ഇതിട്ട് നമുക്കിവിടെ ഇങ്ങനെ വയ്ക്കാം. ഇത് ഞാൻ ചെയ്ത സമയത്ത് പറഞ്ഞതില്ലേ, കറുപ്പ് സാരി ഇതും കൂടെ ചെയ്താന്ന് പറഞ്ഞതില്ലേ. സാരിയുടെ ഈ ആംഗ്ലറ്റിൻ്റെ ഈ മുത്ത് ഫുള്ളിട്ട് വലിച്ചിട്ട് സാരി താഴെ എല്ലാം കുറച്ച് അതിൻ്റെ നൂലിങ്ങനെ വന്നായിരുന്നു. ഇനി ഏതാ പിന്നെ ഇതൊരു മാലയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇത് വെച്ചിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് കാലിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാല് മാത്രമല്ല, ഒരു കാലല്ലേ കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇത് ഞാനിത് ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് മാലയുടെ മുത്തൊക്കെ ബാക്കി വന്നപ്പോൾ ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്. ഞാനിത് കുറേ കാലം വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. കുറേ കാലം നിന്നു. ഇത് എനിക്ക് നല്ല ഭംഗിയും തോന്നിയിട്ടത്. എല്ലാ കളറും ഉള്ളതല്ലേ, പക്ഷെ കാണുമ്പോൾ ഒരു ചപ്പ പോലെ ഉണ്ടാവും. കുഴപ്പമില്ല, എനിക്കിഷ്ടമായിരുന്നു ഇത് ഇടുമ്പോൾ. ഇതിങ്ങനെ 2 ബ്ലാക്കൊക്കെ ആയിട്ട്. പിന്നെ ഇത് ഈവിളായിട്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ചൊക്കെ ഇട്ടായിരുന്നു. ഈവിള ചെയ്യുമ്പോൾ നമുക്ക് നല്ലതല്ലേ, ദൃഷ്ടിക്കൊക്കെ നല്ലതല്ലേ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ദൃഷ്ടിക്ക് വേണ്ടിയിട്ട് അല്ല, നല്ലതല്ലേ എന്ന് പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് പൊട്ടി വന്നു തോന്നുന്നു. ഇല്ല, നമുക്ക് പക്ഷേ ഇടാൻ പറ്റും. ഇതൊരു കമ്പിയല്ലേ, അപ്പം ഇങ്ങനെ ഇടാം. അപ്പോൾ ഇന്ന് ഗോൾഡ് മാറ്റിയിട്ട് ഇത് ഇടണമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഓണം വരെ, ഓണത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഓണം സമയത്ത് ഇപ്പോൾ നമ്മൾ സാരിയുടെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും നമ്മൾ എടുക്കാറുള്ളത്. ഇപ്പോൾ സെറ്റ് മുണ്ടൊക്കെ ആണെച്ചാൽ ഇതിലേതെങ്കിലും ഇടും. അപ്പോൾ ഗോൾഡ് എന്തായാലും അഴിച്ചു മാറ്റും. അപ്പോൾ കുറച്ച് ദിവസം ഈവിളയിൽ ഇടാമെന്ന് പറഞ്ഞിട്ടാണ്. ഇനി വേറെ അപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളെ കാണിക്കാനായിട്ട്. ഇത് റിങ് വന്നേ ഉള്ളൂ. ഒന്നെൻ്റെ കാലിലാണ് കേട്ടോ. അഴിച്ചു മാറ്റി. അയ്യോ, ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഇതാ അപ്പം ശരിയായില്ലേ. ഇതൊരു സെറ്റ്. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. ഈ മുറിഞ്ഞതും കൂടെ വെച്ചാലോ. ഇത് പൊട്ടിപ്പോയത് കൊണ്ട് ഇത് ഞാൻ വെക്കുന്നില്ല കേട്ടോ. പക്ഷെ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ നേരാക്കാനൊക്കെ നോക്കി, പറ്റുന്നില്ല. അപ്പം ഞാനെല്ലാം താഴെ വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങളെ കാണിക്കാനായിട്ട്. വെറുതെ ഇങ്ങനെ വെക്കാലോ. നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ പിടിക്കുമ്പോഴും. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും സ്വർണം പോലെ ഉണ്ടല്ലേ. എന്തിനാ നമ്മൾ കൂടുതൽ കാശൊക്കെ കൊടുത്ത് സ്വർണം മേടിക്കുന്നതല്ലേ. ഗോൾഡിനൊക്കെ ഇപ്പം എന്താ വില. ഇതുപോലെയൊക്കെ മതി. ഇതിപ്പോൾ കണ്ടാലിപ്പോൾ ആരെങ്കിലും ഗോൾഡ് അല്ലാന്ന് പറയുമോ. പക്ഷെ ഇത് വിലയുണ്ട് കേട്ടോ. 2000-3000 ഒക്കെ ആണെങ്കിലും വിലയുണ്ട്. കിലുക്കുണ്ടല്ലേ, എല്ലാം കൂടെ ആക്കുമ്പോൾ കിലുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കേട്ടോ. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു, എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റി. ഞാൻ ഒരുപാട് ലെങ്തായി പോവുമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ല, വേഗം തീർത്തു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതിന് മാത്രം കൂടുതലൊന്നും ഇല്ലല്ലോ. ഈ ചെറിയൊരു ആംഗ്ലറ്റ് കളക്ഷൻ്റെ അല്ലേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങളോ വിശേഷങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. താങ്ക് യു.